കെ രമ MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി കെ രമ, ഇക്കാര്യത്തിൽ അത്ഭുതമൊന്നും സംഭവിച്ചില്ല അല്ലേ? സർക്കാർ ഇപ്പോൾ എടുക്കാൻ പോകുന്ന നിലപാട് പോലീസ് അന്വേഷണം മതി, കുടുംബത്തിന്റെ ആവശ്യം തള്ളുകയാണ്. അതെ, തീർച്ചയായിട്ടും ഇത് തന്നെയാ സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. നേരത്തെ ഗോവിന്ദൻ മാഷ് ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. സർക്കാരിന്റെ അന്വേഷണം, പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണ്, CBI വേണ്ട എന്നുള്ളത്. അപ്പൊ അതേ നിലപാട് തന്നെയാണല്ലോ സർക്കാരും പറയുക. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അതൊരു പുതിയ കാര്യമായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ഈ പ്രതികളെയൊക്കെ സംരക്ഷിക്കണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള അന്വേഷണമേ നടത്തുള്ളൂ. അപ്പോൾ CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് തന്നെയായിരുന്നു സർക്കാർ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏതായാലും കോടതി എന്താ തീരുമാനിക്കുക എന്ന് നോക്കാം. നമുക്ക് കോടതിയുടെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ്. ഇതൊരു സുവർണാവസരമായിരുന്നു സർക്കാരിന് കിട്ടിയത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ആ കുടുംബത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, പത്തനംതിട്ടയിലെ പാർട്ടിക്കാരോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ആ കുടുംബത്തിലെ പാർട്ടിക്കാരായ ആളുകളോട് ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ എല്ലാം നെല്ലും പതിരും തിരിഞ്ഞ് പോകട്ടെ എന്ന് സർക്കാരിനൊക്കെ തീരുമാനിച്ചാൽ പോരായിരുന്നു. അപ്പോൾ ആ സർക്കാരിൻ്റെത് ഇരട്ടത്താപ്പല്ലേ? അതെ, സർക്കാരിന്റെ ഇരട്ടത്തപ്പാണ് എന്നുള്ളത് നമ്മൾ തുടക്കം മുതൽക്കേ പറയുന്ന ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ പാർട്ടി പത്തനംതിട്ടയിലെ പാർട്ടി കുടുംബത്തിനൊപ്പം ഉണ്ട് എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് കുടുംബം മറ്റൊരു അന്വേഷണത്തിലേക്ക് പോകാതിരിക്കാനും കുടുംബത്തിനെ തങ്ങളുടെ കൂടെ നിർത്താനുമുള്ള ഒരു അടവായിട്ടാണ് പാർട്ടി അതിനെ കണ്ടത്. അതുകൊണ്ടാണ് കണ്ണൂരിലെ പാർട്ടി ദിവ്യയുടെ കൂടെ നിൽക്കുകയും ഇപ്പുറത്ത് പാർട്ടി മറ്റൊരു നിലപാടെടുക്കുകയും ചെയ്തത്. അതൊരു തന്ത്രമായിരുന്നു. ആ ഇരട്ടത്താപ്പ് നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. ഇതിന് ഒട്ടും ആത്മാർത്ഥതയുണ്ടായിരുന്നില്ല സർക്കാരിലെ. ഇവർ പറയുന്നത് എന്താണ്? CPM-ന്റെ നയം ഇതാണ്, കേന്ദ്ര ഏജൻസിയുടെ നയം ഇതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്താണ്? എത്രയോ കേസുകൾ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് CBI-ക്ക് വിട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥന്റെ കേസ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അവിടെയൊന്നും CBI ഈ പറയുന്ന അവരുടെ നയത്തിന് വൈകല്യം വരുന്നില്ല. ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു നയവൈകല്യം വരുമെന്ന് പാർട്ടി സെക്രട്ടറി ആദ്യം തന്നെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ മറച്ചുവെക്കാനുണ്ട്, എന്തോ ഉണ്ട് എന്ന സംശയം കൂടിയല്ലേ പുറത്തേക്ക് വിടുന്നത്? അല്ല, മറച്ചു വെക്കാൻ മാത്രമല്ല, ഇത് വളരെ കൃത്യമായി ഇതൊരു കൊലപാതകമാണ് എന്നത് തന്നെയാണ്. പൂർണ്ണമായിട്ടും ഇതിനകത്ത് അവിടെയുള്ള പാർട്ടിക്ക് ഉൾപ്പെടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതൊന്നും പുറത്തു വരാതിരിക്കണം എന്നത് തന്നെയാണ്. എന്ന് മുതൽക്കാണ് പാർട്ടിക്ക് CBI-യെ അല്ലെങ്കിൽ സർക്കാരിന് CBI-യെ ഭയം തുടങ്ങിയത്? ലാവ്ലിൻ കേസ് CBI-ക്ക് വിട്ടത് മുതൽക്കാണ് നമുക്കറിയാം. എന്നിട്ടും അതിനുശേഷവും പല കേസുകളും CBI-ക്ക് വിട്ടല്ലോ. ഇനി കുടുംബം ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണത്തിലും കുടുംബത്തിനോടൊപ്പമാണ് എന്ന് പറയുന്നതിൽ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ടത് കുടുംബം ആവശ്യപ്പെടുന്ന അന്വേഷണത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്നതായിരുന്നല്ലോ നിലപാട് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കാനുണ്ട്. ഇവർക്ക് ഭയമുണ്ട്. അന്വേഷണം വന്നു കഴിഞ്ഞാൽ മറ്റു പലരിലേക്കും എത്തുമെന്ന പാവപ്പെട്ട കുടുംബത്തിനും സെക്രട്ടേറിയറ്റ് നടയിലേക്ക് വന്ന് സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് എത്തുമോ കെ രമ? ഒന്നും പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ഇടതു നയം. ഇത്തരത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയും, വേട്ടക്കാരനൊപ്പം ഓടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ്, ഒരു പക്ഷമാണ്. അതുകൊണ്ട് അതിലപ്പുറത്തൊന്നും നാം പ്രതീക്ഷിക്കേണ്ടതില്ല. അത് തന്നെ വേണ്ടിവരും ഇനി നീതി കിട്ടണമെങ്കിൽ. വളരെയധികം നന്ദി ശ്രീമതി കെ രമ പ്രതികരിച്ചതിന്.